सबको मेरा नमस्कार। आज हम देखेंगे काका कालेलकर द्वारा लिखित गंगा मैया। അപ്പോൾ गंगा कुछ भी न करती, सिर्फ देवव्रत भीष्म को ही जन्म देती, तो भी आर्य जाति की माता के तौर पर वह आज प्रख्यात होती। पितामह भीष्म की ठेक, भीष्म की नृशंसता, भीष्म का ब्रह्मचर्य और भीष्म का तत्व ज्ञान हमेशा के लिए आर्य जाति का आधार पात्र ध्येय बन चुका है। हम गंगा को आर्य संस्कृति के ऐसे आधार स्तंभ महापुरुष की മാതാ के रूप में पहचानते हैं। അപ്പോൾ ഗംഗാ മയ്യ എന്ന് പറയുന്നത് നമ്മുടെ ഗംഗാ നദി, മയ്യ എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഗംഗാനദീനെ നോക്കി കാണുകയാണെങ്കിൽ അതിനെ നമ്മുടെ ആര്യ സംസ്കൃതി, ആര്യ സാമ്രാജ്യത്തിൻ്റെ അമ്മ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. കാരണം സ്വർഗത്തിലൂടെ ഒഴുകുന്ന നദിയായിട്ടുള്ള ഗംഗേനെ ഭീഷ്മാചാര്യരാണ് ഭൂമിയിലേക്ക് എത്തിച്ചത് എന്നുള്ള കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഈ ഭീഷ്മ പിതാമഹൻ്റെ എന്താ പറയുക, സാക്രിഫൈസും അവരുടെ ഒരു സപ്പോർട്ടും ഇല്ലെങ്കിൽ അവരുടെ ബ്രഹ്മചാര്യം, അവരുടെ ഫിലോസഫിയും എല്ലാം കാരണമാണ് ഈ ആര്യജാതിൻ്റെ തുടക്കം എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ തുടക്കം പറയാം. അതായത് ഭീഷ്മരുടെ പിതാവ്, ഭീഷ്മർ എന്ന് പറയുന്നില്ല, ദേവവ്രത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ദേവവ്രത്, ശന്തനു മഹാരാജാവിൻ്റെ മകനായിട്ടുള്ള ദേവവ്രത് നല്ല അച്ചടക്കത്തോടെ വളർന്ന കുട്ടി ഒരു തവണ സ്വന്തം പിതാവ് ഭയങ്കര ദുഃഖത്തിലിരിക്കുന്നത് കണ്ടിട്ട് കാര്യം പിടികിട്ടുന്നില്ല. അച്ഛനാണെങ്കിൽ ചോദിച്ചിട്ട് പറയുന്നുമില്ല. അപ്പോൾ അച്ഛൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് അച്ഛൻ്റെ വിഷമം ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയും, ഈ ശന്തനു മഹാരാജാവ് നായാട്ടിനോ മറ്റും പോയ സമയത്ത് സത്യവതി എന്ന് പറയുന്ന ഒരു ലേഡീനെ കാണുന്നു, അവരിഷ്ടപ്പെടുന്നു. അപ്പോൾ അവരുടെ അച്ഛനുമായിട്ട് ഞാനിങ്ങനെ രാജാവാണ്, എനിക്ക് നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കണമെന്ന കാര്യം ഷെയർ ചെയ്യുന്നു. അപ്പോൾ അച്ഛൻ തിരിച്ചു പറയും, നിങ്ങൾക്ക് ഓൾറെഡി കല്യാണം കഴിച്ച ഒരു മോനുള്ളത് കൊണ്ട് അവനായിരിക്കും ഇനി രാജാവാവുന്നത്. സോ എൻ്റെ മകളെ കല്യാണം കഴിച്ചു തന്നാൽ അവൾക്കുണ്ടാകുന്ന മക്കൾക്ക് രാജാവാൻ പറ്റില്ല. സോ ഞാൻ ഇതിന് റെഡിയല്ല, ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിച്ചു തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അച്ഛന് ഭീഷ്മരുടെ അടുത്ത്, ദേവവ്രതിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. ബിക്കോസ് ദേവവ്രത് ഭയങ്കര അച്ഛൻ അത്രത്തോളം സ്നേഹിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അച്ഛന് രാജാവാൻ പറ്റില്ല എന്ന്, നിനക്ക് രാജാവാൻ പറ്റില്ല എന്ന് അച്ഛന് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അച്ഛൻ ഭയങ്കര ചിന്താകുലനായിട്ട് ടെൻഷൻ അടിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഭീഷ്മർ എന്ത് ചെയ്യും, നേരെ അച്ഛൻ്റെ അടുത്ത് പോയി, മീൻസ് സത്യവതീൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയും, അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയും, എൻ്റെ അച്ഛന് നിങ്ങളുടെ മോളെ സത്യവതിയെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയും, ഇല്ല നീ രാജാവാവൂലേന്ന്. അപ്പോൾ ഭീഷ്മർ തിരിച്ചു പറയും, ഇല്ല ഞാൻ രാജാവാവുന്നില്ല, ഞാൻ രാജാവാവാതിരുന്നാൽ പ്രശ്നം കഴിഞ്ഞില്ല, പക്ഷെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ വിഷമം കാണാൻ വയ്യ. സോ നിങ്ങൾ നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നത് പറയാണ്. അപ്പോൾ അവർ പറയും, അല്ല ഇപ്പം നീ ഇപ്പോൾ രാജാവാവുന്നില്ല എന്ന് വിചാരിച്ചാലും നീ കല്യാണം കഴിച്ച മക്കളാവുമ്പോൾ അവർക്ക് രാജാവാവണം തോന്നിയാൽ എൻ്റെ പേരക്കുട്ടികൾക്ക് രാജാവാവാൻ പറ്റൂലല്ലോ. സോ ഞാൻ കല്യാണം കഴിച്ച് തരില്ല എന്ന്. അപ്പോൾ അങ്ങനെയാണ് ദേവവ്രത അപ്പോൾ ശപഥം ചെയ്യുന്നത്, ഇനി ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ കല്യാണവും കഴിക്കുന്നില്ല, ഞാൻ രാജാവും ആവുന്നില്ല, കല്യാണവും കഴിക്കുന്നില്ല, ഞാൻ ഈ രാജ്യമൊക്കെ നോക്കിയിട്ട് നടന്നോളാം എന്ന് പറയാണ്. അപ്പോൾ പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ദേവവ്രതിൽ നിന്നും ഭീഷ്മരായിട്ട് മാറിയത്. അതിനുശേഷം ശന്തനു മഹാരാജാവ് സത്യവതിനെ കല്യാണം കഴിക്കുന്നു. അവർക്ക് 2 മക്കളുണ്ടാവുന്നു. ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഭീഷ്മരുടെ കഴിവ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആയുർവിദ്യം എല്ലാം ആ ഒരു കഴിവ് ഉപയോഗിച്ചിട്ട് അംബിക, അംബാലിക എന്ന് പറയുന്ന 3 സ്ത്രീകളെ അനിയന്മാർക്ക് വേണ്ടി കൊണ്ടുവരുന്നു. പക്ഷെ അതിൽ അംബയ്ക്ക് വേറൊരു രാജാവായിട്ട്, സോല മഹാരാജാവായിട്ട് പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ ഭീഷ്മരുടെ അടുത്ത് കാര്യം പറയുമ്പോൾ ഭീഷ്മർ ഓക്കെ ശരി ഞാനത് അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് സോല മഹാരാജാവിൻ്റെ അടുത്തേക്ക്
അംബയെ അയക്കുന്നു. പക്ഷെ സോല മഹാരാജാവ് അംഗീകരിക്കുന്നില്ല. കാരണം ഇത്രയും മഹാനായിട്ടുള്ള ഭീഷ്മരുടെ അടുത്ത് നിന്ന് നിന്നെ ഞാൻ തിരിച്ചു വിളിച്ചാൽ ഭീഷ്മർക്ക് എൻ്റെ അടുത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് എനിക്ക് നിന്നെ ഇനി വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അംബയ്ക്ക് അത് ഭയങ്കര ദേഷ്യമായിട്ട് ഭീഷ്മരെ കൊല്ലും എന്നുള്ള രീതിയിൽ ശപഥം ചെയ്യുന്നു. അങ്ങനെ അംബ പരശുരാമനെ സമീപിക്കുകയാണ്. പരശുരാമൻ എന്നിട്ട് അംബ പറഞ്ഞതനുസരിച്ചിട്ട്, ഇല്ലെങ്കിൽ അംബയ്ക്ക് വേണ്ടിയിട്ട് ഭീഷ്മരുമായിട്ട് വഴക്കിന് പോകുന്നു, ഇല്ലെങ്കിൽ യുദ്ധത്തിന് ഏർപ്പെടുന്നു. പരശുരാമൻ അതിൽ തോൽക്കുന്നു. അങ്ങനെ പിന്നെ അംബ ശപഥം ചെയ്യുകയാണ് എങ്ങനാണെങ്കിലും ഭീഷ്മരെ കൊല്ലുന്നു. അങ്ങനെ അംബയുടെ ഒരു പുനർജന്മമായിട്ടാണ് നമ്മൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ ശിഖണ്ഡിനെ കാണുന്നത്. പിന്നെ ഈ ബാക്കിയുള്ള 2 അനിയന്മാരുണ്ടല്ലോ, അംബിക അംബാലിക എന്ന് പറയുന്ന ആ ലേഡീൻ്റെ ഹസ്ബൻഡുമാർ, എനിക്ക് കാരണങ്ങൾ അവരുടെ പേരൊക്കെ മറന്നു പോയിട്ടോ, അവർ മരിക്കുന്നുണ്ട്. ഒരാൾ ഫുള്ള് ഭാര്യനെ കിട്ടിയപ്പോൾ തൊട്ട് രാജ്യകാര്യങ്ങളൊന്നും നോക്കാതെ ഫുള്ള് കാമക്രീഡയിൽ മുഴുകി വല്ലാത്തൊരവസ്ഥയാവുന്നു. രാജ്യത്തിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അങ്ങനെ യുദ്ധം വരുന്നു, അവർ മരിക്കുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അതുപോലെ ഈ കഥയിൽ ചിലപ്പോൾ ഈ കുറേ കാലം മുന്നേ കേട്ടതുകൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. പക്ഷെ ഭീഷ്മരെ കുറിച്ച് ഒരു ഇൻട്രോ പറയാൻ വേണ്ടി പറയുന്നതാണ് ഇതൊക്കെ. അതിനുശേഷം അപ്പോൾ സത്യവതി പറയും, മോനെ നീ വേണം ഇനി ഇവരെ കല്യാണം കഴിക്കണമെങ്കിൽ, കാരണം നമ്മുടെ രാജ്യം അങ്ങനെ നിന്ന് പോകാൻ പറ്റൂലല്ലോ, രാജ്യത്തിൻ്റെ പുരോഗതി ഇല്ലെങ്കിൽ സന്തതികളില്ല എന്നുള്ളത് കൊണ്ട് രാജ്യം നശിക്കാൻ പറ്റൂലല്ലോ എന്ന് പറയും. ഭീഷ്മർ പറയും അത് പറ്റൂല, എനിക്ക് എന്തായാലും ഇവരെ കല്യാണം കഴിക്കാൻ പറ്റൂല എന്ന്. അപ്പോൾ സത്യവതി പറയും, എനിക്ക് വേറൊരു മോനും കൂടെ ഉണ്ട്, ശന്തനു മഹാരാജാവിൻ്റെ അല്ലെങ്കിലും ഒരു ബ്രാഹ്മണർക്ക് പറ്റും, മീൻസ് രാജസന്തതികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ ബ്രാഹ്മണർക്ക് പറ്റും. അപ്പോൾ സത്യവതി പറയും, എനിക്കൊരു വേറൊരു മോനുണ്ട് വേദവ്യാസൻ. അപ്പോൾ അദ്ദേഹത്തിനെ സമീപിച്ചിട്ട് നമ്മുടെ കുലം നിലനിൽക്കണമെങ്കിൽ അദ്ദേഹത്തിനെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് അവരിൽ അംബികയ്ക്കും അംബാലികയ്ക്കും മക്കൾ ഉണ്ടാവണം എന്നുള്ള കാര്യം നീ അവതരിപ്പിക്കണം എന്ന് പറയും. എന്നിട്ട് ഭീഷ്മർക്ക് ഭയങ്കര സന്തോഷമാവും, കാരണം ഇത്രയും വലിയൊരു മഹാനാണല്ലോ, തൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ള സാമ്രാജ്യത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് എന്നൊക്കെ ഓർത്തിട്ട് ഭീഷ്മാചാര്യർ അവരെ കാണാൻ പോവും. അങ്ങനെ കാണാൻ പോകുന്ന സമയത്ത് വേദവ്യാസൻ വലിയൊരു ത്യാഗത്തിലായിരിക്കും, ധ്യാനത്തിലായിരിക്കും. ആ ധ്യാനത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഭയങ്കര ദുർഗന്ധങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പം ആ സമയത്ത് മാത്രമേ മീൻസ് ആ സമയത്ത് തന്നെ അംബികയെയും അംബാലികനെയൊക്കെ പ്രാപിക്കണം എന്ന് പറയും. അപ്പോൾ ഭീഷ്മാചാര്യരുടെ ആ ഒരു വാക്ക് മാനിച്ച് വേദവ്യാസൻ അതിന് റെഡി ആവുന്നു. അങ്ങനെ അംബാലികനെയും അംബികനെയും ഒക്കെ വേദവ്യാസനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്നും വരുന്ന ആ ഒരു ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ അംബ കണ്ണുകൾ അടച്ചിട്ടാണ് ഇദ്ദേഹത്തെ പ്രാപിക്കുന്നത്. അങ്ങനെ ധൃതരാഷ്ട്രരുടെ ജന്മം ഉണ്ടാവുന്നു. അതിനുശേഷം നമ്മുടെ അംബാലിക വരുമ്പോൾ അവൾ ആ ഒരു അവസ്ഥയിൽ വരുന്ന ദുർഗന്ധം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടും അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടും ഒക്കെ അവൾ വല്ലാതെ വിളറി വെളുത്ത് യാതൊരു ഫീലിങ്സും ഇല്ലാതെയാണ് അദ്ദേഹത്തെ പ്രാപിക്കുന്നത്. അങ്ങനെ വിളറി വെളുത്ത ഇല്ലെങ്കിൽ പുരുഷൻ്റെ യാതൊരു ഗുണങ്ങളും ഇല്ലാത്ത പാണ്ഡു എന്ന മകനും അവൾക്കുണ്ടാവുന്നു. അതിനുശേഷം അംബയെ പ്രാപിക്കാൻ നിൽക്കുന്ന സമയത്ത് അംബ എന്ത് ചെയ്യും, അവളുടെ തോഴിയായിട്ടുള്ള ഒരു ലേഡീനെ വേദവ്യാസൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കും. തോഴിയാണെങ്കിൽ വേദവ്യാസനെ ഭയങ്കര ആദരിച്ച് പുഷ്പങ്ങൾ കൊണ്ട് പൂജിച്ച് ഒക്കെയാണ് അദ്ദേഹത്തെ പ്രാപിക്കുന്നത്. അപ്പോൾ അവൾക്കുണ്ടാവുന്ന കുട്ടിയാണ് വിതുരർ. ഓക്കെ, അങ്ങനെ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും വിതുരരുടെയും ജന്മം ഉണ്ടാവുന്നു. അതിനുശേഷം കൗരവരുടെയും പാണ്ഡവരുടെയും ജന്മം ഉണ്ടാവുന്നു. അവർ
കുരുക്ഷേത്ര യുദ്ധമൊക്കെ എന്താണ് അങ്ങനെയാണ് ആര്യജാതിൻ്റെ തുടക്കം. പിന്നെ പിതാമഹന്മാർക്ക് ഉള്ള ആ ഒരു പാപമുക്തിക്ക് വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ നിന്നുള്ള ഗംഗയെ ശപഥം ചെയ്ത് ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ വരമൊക്കെ നേടിയിട്ടൊക്കെയാണ് ഭീഷ്മാചാര്യർ ഭൂമിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഭീഷ്മാചാര്യരുടെ ബ്രഹ്മചര്യം, ത്യാഗവും ആ ഒരു തത്വജ്ഞാനവും എല്ലാം ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആര്യജാതിൻ്റെ തുടക്കം ഭീഷ്മരുടെ സാക്രിഫൈസിൽ നിന്നും ബ്രഹ്മചര്യത്തിൽ നിന്നും ഒക്കെയാണ് എന്ന്. അപ്പോൾ ഭീഷ്മാചാര്യർ ഗംഗേനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ എന്നുള്ള രീതിയിൽ ഗംഗ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ആര്യജാതിൻ്റെ ആധാരപാത്രമായിട്ടുള്ള ഭീഷ്മാചാര്യരുടെ ഒരു ഭീഷ്മാചാര്യരായിട്ടുള്ള മഹാപുരുഷൻ്റെ അമ്മ എന്നുള്ള രീതിയിലാണ് ഗംഗേനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നാണ് ആദ്യത്തെ ഒരു കുഞ്ഞു പാരഗ്രാഫിൽ പറയുന്നത്. നദി കോ യദി कोई उपमा शोभा देती है तो वह मादा की ही। नदी के किनारे पर रहने से अकाल का डर तो रहता ही नहीं। मेघराजा जब धोखा देते हैं तब नदी मादा ही हमारी फसल पकाती है। नदी का किनारा यानी शुद्ध और शीतल हवा. അപ്പോൾ പിന്നെ പറയുന്നത് നദിക്ക് എന്തെങ്കിലും ഒരു ഉപമ, എന്തെങ്കിലും ഒരു പര്യായം ഇല്ലെങ്കിൽ ഒരു ഉപമ ചേരുന്നുണ്ടെങ്കിൽ അത് അമ്മ എന്ന് തന്നെയാണ്. ഏതെങ്കിലും ഒരു ഉപമ നദിക്ക് കുറച്ചും കൂടെ ശോഭ കൂട്ടുന്നുണ്ടെങ്കിൽ അത് അമ്മ എന്നുള്ളൊരു ഉപമയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നദീൻ്റെ സൈഡ് സയൻറ്റിഫിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ജോഗ്രഫിക്കലായിട്ടുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നദീൻ്റെ സൈഡ് എന്നും ഫലപുഷ്ടിയുള്ളതാണ്. നദിയിൽ നിന്നും വെള്ളം കിട്ടും. അപ്പോൾ അവിടെ ജീവിക്കുക പണ്ട് മുതലേ ഉള്ള നമ്മുടെ സംസ്കാരങ്ങൾ, സിന്ധു ഗംഗാതട സംസ്കാരങ്ങൾ, ഹാരപ്പൻ, മോഹൻജദാരോ, അതൊക്കെ നദീതട സംസ്കാരങ്ങളാണ് നമുക്കുള്ളത് അല്ലേ. അതൊക്കെ നദീനെ ബേസ് ചെയ്തിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നദീൻ്റെ സൈഡ് നമ്മൾ ജീവിക്കുമ്പോൾ ഫലപുഷ്ടിയായ മണ്ണിൽ നിന്ന് നമുക്ക് ഫലപുഷ്ടിയായിട്ടുള്ള സാധനങ്ങൾ കിട്ടും. അതുപോലെ വെള്ളത്തിനൊരു കുറവുമില്ല, പട്ടിണി കൂടാതെ ജീവിക്കാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഏതെങ്കിലും ഒരു ഉപമ ചേരുന്നുണ്ടെങ്കിൽ അത് അമ്മ എന്നുള്ളത് തന്നെയാണ്. നദീൻ്റെ സൈഡ് ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പട്ടിണിയെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എപ്പോഴും നമുക്ക് ഫുഡൊക്കെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ കഷ്ടപ്പെട്ടാൽ അതിനുള്ള റിട്ടേൺ നദീക്കരയിൽ നിന്ന് നമുക്ക് കിട്ടും. മേഘരാജ് എപ്പോഴാണോ നമ്മളെ ചീറ്റ് ചെയ്യുന്നത്, അതായത് മഴയില്ലാത്ത അവസ്ഥ നമുക്ക് ഉണ്ടാവുന്നത്, അപ്പോൾ നമ്മുടെ അമ്മയായിട്ടുള്ള നദി നമ്മളെ രക്ഷിക്കും. പിന്നെ പോരാത്ത പണ്ട് മുതലുള്ള കൾച്ചറിൽ നമ്മൾ പ്രകൃതിനെയൊക്കെ എന്താ പറയുക വലിയ ശക്തിയായിട്ടും ഇല്ലെങ്കിൽ അമ്മയായിട്ടും ഒക്കെ കാണും. ഇല്ലെങ്കിൽ മരങ്ങളെ, സൂര്യനെ, ചന്ദ്രനെ, ആകാശത്തെ, നക്ഷത്രങ്ങളെ, പക്ഷികളെ, മൃഗങ്ങളെ ഒക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ നദിയെയും ഒരു അമ്മയായിട്ട് ആരാധിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഗംഗാ നദിയെ നമ്മൾ പുണ്യ നദിയായിട്ട് കാണുന്നത്. പക്ഷെ ഫാക്റ്റ് ഇപ്പോൾ ഏറ്റവും എന്താ പറയുക മലിനമായിട്ടുള്ള നദി ഗംഗാ നദിയാണ് എന്നൊക്കെ പറയാം കേട്ടോ. ആരാധന കൂടിയിട്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് മേഘരാജ് നമ്മൾ ചീറ്റ് ചെയ്താൽ, മഴ കുറഞ്ഞാൽ നമ്മുടെ നദി നമ്മളെ രക്ഷിക്കും, അമ്മ രക്ഷിക്കും. നദീൻ്റെ സൈഡ്, നദീക കിനാര, നദിയുടെ തീരത്ത് ശുദ്ധവും ശീതളമായിട്ടുള്ള നല്ല പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കാറ്റുണ്ടാവും. നദിക്ക് കിനാരെ കിനാരെ घूमने जाए तो प्रकृति के मातृवात्सल्य के अखंड प्रवाह का दर्शन होता है. നദീൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയാണെങ്കിൽ പ്രകൃതി നമുക്ക് നൽകുന്നൊരു മാതൃവാത്സല്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. नदी बड़ी हो और उसका प्रवाह धीर गंभीर हो तब तो उसके किनारे पर रखने वालों की शान शौकत उस नदी पर ही निर्भर करती है. അതായത് നദി വലുതാണോ ഇല്ലെങ്കിൽ അതിൻ്റെ പ്രവാഹം, അതിൻ്റെ ഒഴുക്ക് കുറഞ്ഞതാണോ, അത് ഒഴുക്ക് ഭയങ്കര ഗംഭീരമാണോ, അതൊക്കെ
നദീ തടങ്ങളിൽ ഇല്ലെങ്കിൽ കിനാരെ पर रहने वालों की ഷാൻ ഷൗക്കത്ത് എന്ന് വെച്ചാൽ സമൃദ്ധി. ആ നദീതീരങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ സമൃദ്ധിനെ നോക്കിയിട്ടാണ് നമ്മൾ നദീ पर भी निर्भर करती है. ആ സമൃദ്ധി ആ നദീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ആ നദി ഇപ്പോൾ വലുതാണോ ചെറുതാണോ അതിൻ്റെ ഒഴുക്ക് എങ്ങനെ വ്യത്യാസമാണോ അതൊന്നും ഒരു വിഷയമല്ല. ആ നദീതടങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ സമൃദ്ധി ആ നദീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ നദി ആയിരിക്കും അതിനെ ഫുൾഫില്ല് ചെയ്യുന്നത്. സച്മുച്ച് നദി ജൻസമാജ് കി മാതാ ഹേ. വാസ്തവത്തിൽ നദി എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ആൾക്കാരുടെ അല്ല, വലിയൊരു കൂട്ടം സൊസൈറ്റിയുടെ തന്നെ അമ്മയാണ്. नदी किनारे बसे हुई शहर की गली गली में घूमते समय एकाध कोनों से नदी का दर्शन हो जाए तो हमें कितना आनंद होता है. അതായത് നമ്മൾ നദിയുടെ സൈഡിൽ കൂടിയൊക്കെ വന്ന പട്ടണങ്ങളുടെ തെരുവിലൂടെ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അറ്റത്ത് നദീനെ കണ്ടാൽ തന്നെ നമ്മൾ ഭയങ്കര സന്തോഷിക്കും അല്ലേ. അതാ ഒരു നദീനെ കാണുമ്പോൾ നമ്മൾ ഏത് യാത്രയിലാണെങ്കിലും ഇല്ലെങ്കിൽ എത്ര തിരക്കിലാണെങ്കിലും നദിയെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. കഹാം ഷഹർ കാ ഏക് ഗന്ദാ വായുമണ്ഡൽ और കഹാം നദി കാ പ്രസന്ന ദർശൻ. അതായത് നഗരങ്ങളിലെ പട്ടണങ്ങളിലെ ഒരു വൃത്തികെട്ട സ്മെല്ല്, അതും നല്ല മനോഹരമായിട്ടുള്ള ഒരു നദിയും നദീനെ കാണുമ്പോൾ തന്നെ ഉള്ള ഒരു ആനന്ദവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ. നമ്മൾ മൂക്ക് പറ്റി ഒരു പട്ടണത്തിൽ കൂടെ നടക്കുന്നതും ദൂരെ ഒരു നദി കാണുമ്പോഴുള്ള നമ്മുടെ ഭാവവ്യത്യാസവും ഒക്കെ അത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാക്കക്കാലേൽക്കർ പറയാണ്. അപ്പോൾ നദീൻ്റെ ഗുണം എന്ന് പറയും നമ്മൾ എത്ര മോശപ്പെട്ട അവസ്ഥയിൽ നദിയെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. दोनों के बीच का अंतर फौरान मालूम हो जाता है. അതായത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു വ്യത്യാസം ഫൗറാൻ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നദി ഈശ്വർ नहीं है बल्कि ईश्वर का स्मरण करने वाला देवता है. നദി ആക്ച്വലി ദൈവമൊന്നുമല്ല, പക്ഷേ ദൈവത്തെ നമ്മൾ ഓർമ്മിക്കാനുള്ള അല്ലെങ്കിൽ ദൈവത്തെ സ്മരിക്കാനുള്ള ഒരു ദേവത മാത്രമാണ് നദി. देवता മാത്രമാണെന്നല്ല, ദേവതയാണ്. यदि गुरु को वंदना करना आवश्यक है तो नदी को भी वंदना करना उचित है. നമ്മൾ ഗുരുവിനെ വന്ദിക്കണം എന്നുള്ളതൊരു ആവശ്യമാണെങ്കിൽ നദിയെയും അതുപോലെ വന്ദിക്കണം എന്നുള്ളത് ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവർ വലിയ ആൾക്കാരെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നദിയെയും അതുപോലെ തന്നെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഏകദോ ഹുയി സാമാന്യ നദി കി ബാത് ഹിന്ദു ഗംഗാമയ്യ തോ ആര്യജാതി കി മാതാ ഹേ. അപ്പോൾ ഇത്രയും പറഞ്ഞത് അതായത് ഒരു അമ്മേനെ പോലെ കാണണം, നദി നമുക്ക് എല്ലാവർക്കും ഫലഭുഷ്ടിയായിട്ടുള്ള കാര്യങ്ങൾ തരുന്നുണ്ട്, നദിക്കരയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, പട്ടിണിയിൽ നിന്നൊക്കെ നമ്മൾ മുക്തി നേടും, അതുപോലെ തന്നെ മഴ ചതിക്കുകയാണെങ്കിൽ നമ്മൾ നദി സഹായിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് സാധാരണ നദികളെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ഒന്നാണ് ഇതിൽ നിന്ന് സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ് ഗംഗാമയ്യ. ഗംഗാമയ്യ ആരാണ്? ആര്യജാതിക്ക് മാത. ആര്യജാതിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഗംഗാ നദിനെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറയുകയും ചെയ്തു. ആര്യോം കെ ബഡേ ബഡേ സാമ്രാജ്യ സി നദിക്ക് തട്ട് പർ സ്ഥാപിത ഹുയി ഥേ. ആര്യന്മാരുടെ വലിയ വലിയ സാമ്രാജ്യങ്ങളെല്ലാം തന്നെ ഈ നദീതീരത്തിൽ നിന്നാണ് സ്ഥാപിതമായത്. कुरु पांचाल देश का अंगभंगादि देशों के साथ गंगा ने ही संयोग किया है. आज भी हिंदुस्तान की आबादी गंगा के तट पर सबसे अधिक है. കുരു പാഞ്ചാൽ ദേശ്, കൗരവരുടെയും പാണ്ഡവരുടെയും ഒക്കെ ആ ദേശങ്ങൾ ഇല്ലെങ്കിൽ ആ ഒരു സാമ്രാജ്യങ്ങളെല്ലാം ഈ ഗംഗാ നദിയുടെ സംയോഗത്തിൽ നിന്ന് ഇല്ലെങ്കിൽ ഗംഗാ നദി കാരണം ഉണ്ടായിട്ടുള്ള ഒന്നാണ്. ഇന്നും ഹിന്ദുസ്ഥാനിലെ ആബാദി ജനസംഖ്യയിൽ അധികം പേരും ഗംഗാ നദിയുടെ തീരത്താണ് ജീവിക്കുന്നത്. जब हम गंगा का दर्शन करते हैं तब हमारे ध्यान में तो फसल से लहलहाते सिर्फ गेट ही नहीं आते, न सिर्फ माल से लते जहाज ही आते हैं, किंतु वाल्मीकि का काव्य बुद्ध महावीर के विहार, अशोक समुद्रगुप्त या हर्ष जैसे सम्राटों के पराक्रम और तुलसीदास या कबीर जैसी संत जनों के भजन, इन सब का एक साथ स्मरण
ഹോ ആത്താ ഹേ. അതായത് നമ്മൾ വേറെ നദികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നദി ഇങ്ങനെ വെറുതെ ഒഴുകുന്നതും അതിൻ്റെ സൈഡിലുള്ള മണലും പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള വയലുകളും നദി കാരണം അവിടെ നിന്ന് കൊണ്ടുപോകുന്ന കമ്മോഡിറ്റികളും ഒക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ ഗംഗേനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത് ഒരു വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങളല്ല, അതുപോലെ തന്നെ മാൽസ്യലത്തെ കമ്മോഡിറ്റി കയറ്റിക്കൊണ്ടു പോകുന്ന ഈ റോ മെറ്റീരിയൽസ് കയറ്റിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് കയറ്റിക്കൊണ്ടു പോകുന്ന ജഹാജ് ഒരു കപ്പലുകൾ അല്ലെങ്കിൽ ലോഡ് വണ്ടികൾ മാത്രമല്ല, വാൽമീകി രാമായണം, അതുപോലെ തന്നെ ബുദ്ധ മഹാവീറിൻ്റെ ശ്രീബുദ്ധനെയും അതുപോലെ ജൈനമത സ്ഥാപകനായിട്ടുള്ള മഹാവീറിനെയും അവരുടെ വിഹാരങ്ങളും അശോക ചക്രവർത്തി, സമുദ്രഗുപ്തൻ, ഹർഷവർദ്ധൻ, അതുപോലെ തന്നെ അവരുടെ പരാക്രമങ്ങളും അവരുടെ സാമ്രാജ്യങ്ങളും ഒക്കെ നമുക്ക് ഗംഗാ നദി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും. അതുമാത്രമല്ല, യുദ്ധങ്ങളും കാവ്യങ്ങളും മാത്രമല്ല, ഹിന്ദി സാഹിത്യത്തിലെ തന്നെ ഭക്തി കാലഘട്ടത്തിലെ മഹാന്മാരായിട്ടുള്ള തുളസീദാസിൻ്റെയും കബീർദാസിൻ്റെയും അവരെ പോലുള്ള അന്യ സന്തുജനങ്ങളുടെ ഒക്കെ ഭജനിൽ അല്ലെങ്കിൽ അവരുടെ ദോഹകളിൽ നമ്മുടെ ഗംഗാ നദിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗംഗാ നദി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കേവലം ഒരു നദിയെ മാത്രമല്ല, അല്ലെങ്കിൽ നദീൻ്റെ സൈഡിലുള്ള കുറച്ച് വയലുകളെയോ ഇല്ലെങ്കിൽ വിളകളെ മാത്രമല്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് നമുക്ക് ഓർക്കാൻ പറ്റും. ഗംഗാ കാ ദർശൻ തോ ശൈത്യ പാവനത്വ കാ ഹാർദിക് തഥാ പ്രത്യക്ഷ ദർശൻ ഹേ. ഗംഗയുടെ ദർശനം എന്ന് പറയുന്നത് തണുത്ത കാറ്റ് പോലെ പാവനമായിട്ടുള്ള നല്ല ശുദ്ധമായിട്ടുള്ള തണുത്ത കാറ്റ് പോലെ ഹാർദിക് ഹൃദയം നിറയ്ക്കുന്ന ഒരു പ്രത്യക്ഷ ദർശനമാണ്. ഹൃദയം നിറയ്ക്കുന്ന ഡയറക്റ്റ് കാഴ്ചകളിൽ ഒന്നാണ് ഗംഗാ നദീൻ്റെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്.